സംസ്ഥാനത്ത് CPM വളരെ ചുരുക്കം മണ്ഡലങ്ങളിൽ മാത്രമാണ് 2 വർഷം പൂർത്തിയാക്കിയ MLA-മാരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. അതിൽ കൊല്ലം ജില്ലയിൽ ഏകയാളാണ് M. നൗഷാദ്. കുറേ മുന്നോട്ട് പോയി കഴിഞ്ഞു. ജനങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയാണ്? വളരെ നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കാരണം അവർക്ക് നേരിട്ട് ബോധ്യമുള്ളതാണല്ലോ ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് മണ്ഡലത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ പ്രകടമാണ്. അവർക്ക് നേരിട്ടുള്ള അനുഭവമുള്ളതാണ്. അതിൻ്റെ പ്രതികരണം നന്നായി ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഇപ്പം RSP ഒരാൾ മത്സരിക്കുന്നു, RSPയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ ഒരാൾ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അപ്പം RSPക്കാർ മീൻസ് NDA സ്ഥാനാർത്ഥി ആരോപിക്കുന്നു എന്തോ ഒരു ഡീലുണ്ട് RSPയും CPM തമ്മിലതാണ്. അല്ല, ഇതൊക്കെ ജനം കാണുന്നുണ്ടല്ലോ. നമ്മൾ പറയുന്നതെല്ലാം അതുപോലെ അങ്ങ് ജനം വിശ്വസിക്കുമെന്നാണോ? ജനത്തിന് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അവരത് നന്നായി വിലയിരുത്തിക്കൊള്ളും. തീരുമാനങ്ങളും നന്നായി എടുക്കാൻ അവർക്കറിയാം. LDF ഉറപ്പായും വിജയിക്കും. വികസന രാഷ്ട്രീയമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും വികസനം, ക്ഷേമവും കരുതലും. ഈ RSPക്കകത്തുണ്ടായ തമ്മിലടിക്കുക ഒരു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട്. അത് എത്രത്തോളം ഗുണമാകും? അല്ല, അതൊരു RSP എന്ന് പറഞ്ഞ ഒരു മുന്നണിയിലെ ഒരു ചെറിയ കക്ഷിയാണ്. അതിൽ തന്നെ ഇതാണ് അവസ്ഥ. അപ്പോൾ പിന്നെ UDFന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ആലോചിച്ചാൽ മതി. തീർച്ചയായും 3-ാം തവണയും രഘുവരത്ത് വിജയിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ്. ആ ഓട്ടപ്പാച്ചിലിനിടയിലാണ് നമ്മളോട് സംസാരിച്ചത്. എല്ലാവിധ ആശംസകളും. ക്യാമറമാൻ ഷാനാസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.